ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് കേട്ടക് സയൻസിലെ ഒരു ഈസി ആയൊരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ സയൻസ് എന്ന് പറയുമ്പോൾ ഈ സയൻസിൽ എന്തൊക്കെയുള്ളത്? കൺസെപ്റ്റുകളുണ്ട്, സയന്റിഫിക് ടേമുകളുണ്ട്. ഈ കൺസെപ്റ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എന്താ? സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം കൺസെപ്റ്റുകൾ എല്ലാവർക്കും നന്നായിട്ട് അറിയുണ്ടാവും. പക്ഷേ ഈ സയന്റിഫിക് ടേമുകൾ, അതായത് ഓരോ വാക്കുകൾ ഉണ്ടാവും, ആ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ടത്. കാരണം ആ വാക്കുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പം നമ്മൾ ഇന്ന് സയൻസിലെ സിലബസ് നോക്കിയാൽ കാണാം, ഈസി ആയൊരു മൊഡ്യൂളാണ് ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ്. അപ്പം നമ്മൾ ഈ മൊഡ്യൂളിൽ എന്താണ് മെറ്റൽസ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ ചെറിയ സിമ്പിളായ കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ കുറച്ച് ടേംസ് ഇടയിൽ കൂടെ കയറി വരും. അപ്പൊ ടേംസ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലോഹങ്ങൾ എന്താണ്, ലോഹങ്ങൾ അല്ലെങ്കിൽ എന്താണ് മെറ്റൽസ്, ഒരു നിർവചനം, ഒരു ഡെഫിനേഷൻ നമുക്ക് ആദ്യം നോക്കാം. ഉയർന്ന താപ വൈദ്യുത ചാലകത പ്രകടിപ്പിക്കുകയും തിളക്കവും കാഠിന്യവുമുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? ഉയർന്ന താപവൈദ്യുത ചാലകത. എന്താണ് ഈ ചാലകത എന്ന് പറയുമ്പോൾ? ചാലകത, കടത്തിവിടാനുള്ള കഴിവ്. അപ്പൊ ലോഹങ്ങൾക്ക് എന്ത് കൂടുതലാണ്? താപചാലകതയും വൈദ്യുത ചാലകതയും. താപം എന്ന് പറഞ്ഞാൽ ചൂട്. അപ്പൊ താപചാലകത പറഞ്ഞാല് ചൂടിനെ കടത്തിവിടും. വൈദ്യുത ചാലകത എന്ന് പറയുമ്പോൾ വൈദ്യുതിയെ, കരണ്ടിനെ കടത്തിവിടും. അപ്പൊ മെറ്റൽസിന് ഈ രണ്ട് കഴിവുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തിളക്കമുണ്ട് അല്ലെ? മെറ്റൽസിന് തിളക്കമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ സ്വർണം കൊണ്ട് മാല ഉണ്ടാക്കുന്നു, വള ഉണ്ടാക്കുന്നു അല്ലെ? അതിന്റെ ഭംഗിയുള്ളതുകൊണ്ടല്ലേ, തിളക്കമുള്ളതുകൊണ്ടല്ലേ? അതേപോലെ കാഠിന്യം, ഭയങ്കര സ്ട്രോങ് ആണ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര സ്ട്രോങ് ആണ് മെറ്റൽസ്. അപ്പൊ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ആണ്. ഈ ഡെഫിനേഷൻ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു വിടുക, കാരണം നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് പിന്നാലെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ മാത്രം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തതേത്? അല്ലാത്തതേത്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ വായിക്കുമ്പോൾ ആർക്കും പെട്ടെന്ന് ഉത്തരത്തേക്ക് എത്താൻ സാധിക്കില്ല, കാരണം നമുക്ക് ടോപ്പിക്കുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിതൊക്കെ തിരിച്ചു വരാം കേട്ടോ. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ലോഹങ്ങളുടെ സവിശേഷതകൾ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്? അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ളതാണ്. പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കുക, മാലിയബിലിറ്റി. എന്താ പേര്? മാലിയബിലിറ്റി. അപ്പൊ എന്താണ് മാലിയബിലിറ്റി? കാര്യം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ ലോഹങ്ങളുണ്ടല്ലോ, ഈ ലോഹങ്ങളെ നമുക്ക് അടിച്ച് പരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ സാധിക്കും. ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? മാലിയബിലിറ്റി. ലോഹങ്ങളെ നമുക്ക് വേണമെങ്കിൽ അടിച്ച് പരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ പറ്റും. ആ പ്രോപ്പർട്ടിയാണ് എന്ത്? മാലിയബിലിറ്റി. നോക്കുക, നമ്മൾ ഗുളികകൾ വാങ്ങുന്ന സമയത്ത്, അതേപോലെ തന്നെ ഫുഡ് നമ്മൾ പൊതിഞ്ഞ് വാങ്ങുന്ന സമയത്ത് അലുമിനിയം ഫോയിൽ വെച്ചല്ലേ പൊതിയുന്നത്? ഈ അലുമിനിയം ഫോയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? അലുമിനിയം പറഞ്ഞ ലോഹം നമ്മൾ അടിച്ച് പരത്തി ചെറിയ പാളികളാക്കി മാറ്റും അല്ലേ? അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ എന്തൊരു ഉദാഹരണമാണ്? അത് എന്ത് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്? മാലിയബിലിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ മാലിയബിലിറ്റി പറഞ്ഞ എന്താണ്? ലോഹങ്ങൾക്ക് കനം കുറഞ്ഞ പാളികളാണുള്ള ശേഷിയുണ്ട്. ആ ശേഷിയെ വിളിക്കുന്ന പേരാണെന്ത്? മാലിയബിലിറ്റി. നോക്കുക കേട്ടോ, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത മാലിയബിലിറ്റി എന്ന് അറിയപ്പെടുന്നു. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, കനം കുറച്ച പാളികളാക്കി മാറ്റാനുള്ള കഴിവാണെന്ത്? മാലിയബിലിറ്റി. അങ്ങനെയാണെങ്കിൽ എല്ലാ ലോഹങ്ങളും നമുക്ക് ഒരേപോലെ അടിച്ചു പരത്താൻ സാധിക്കുമോ? സാധിക്കില്ല. ഓരോ ലോഹം ഓരോ പോലെയാണ് അല്ലെ? ഓരോ ലോഹവും ഓരോ പോലെയാണ്. ചോദ്യം വരും, ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി കാണിക്കുന്ന ലോഹം ഏത്? അത് പറഞ്ഞ എന്താ? ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായി അടിച്ച് പരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ സാധിക്കുന്ന ലോഹം ഏതാണ്? ചോദ്യം വരും. അപ്പൊ ഏതാണ്? സ്വർണം.
ശ്രദ്ധിക്കുക, ഏതാണ്? സ്വർണമാണ്. ചോദ്യം വരും, മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു വെക്കാട്ടോ, ഏറ്റവും കൂടുതൽ ലോഹം സ്വർണമാണ്. അടുത്തത് ഉദാഹരണങ്ങൾ. ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാലിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒന്നാമത് നോക്കുക, നമ്മുടെ കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ അല്ലെ, നമ്മൾ അലുമിനിയം ഷീറ്റൊക്കെ മുകളിടില്ലേ, ആ ഷീറ്റുകൾ എന്താണ്? ഇതേപോലെ വലിയ ലോഹങ്ങൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കനം കുറച്ച് പാളികളാക്കി മാറ്റുന്നതാണ്. രണ്ടാമത്തെ എന്താണ്? ഫുഡ് പാക്കിന് ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ. മൂന്നാമത്തത് ആഭരണ നിർമ്മാണം, ജ്വല്ലറി ഉണ്ടാക്കാൻ അല്ലെ, നമുക്ക് മെറ്റൽസ് നമുക്ക് ഇഷ്ടമുള്ള കനത്തിൽ മാറ്റാൻ പറ്റും. പിന്നെ ഇതേപോലെ അലമാറകൾ ഉണ്ടാക്കാൻ, ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലോഹ ഷീറ്റുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ ഏത് പ്രോപ്പർട്ടി കാരനാണ്? ലോഹത്തിന്റെ മാലിയബിലിറ്റി എന്ന പ്രോപ്പർട്ടി കാരനാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ മാലിയബിലിറ്റി എന്തെന്ന് മനസ്സിലായില്ലോ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കനം കുറച്ച പാളികൾ. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാല് കനം കുറച്ച പാളികളാക്കി മാറ്റാനുള്ള ലോഹത്തിന്റെ കഴിവ്. ഓർത്ത് വെക്കുക കേട്ടോ. കാരണം അടുത്ത വാക്കും ഏകദേശം ഒരു പുതിയ വാക്ക് തന്നെയാണ്. അടുത്ത വാക്ക് എന്താണ്? ഡക്റ്റിലിറ്റി. മറ്റേത് മാലിയബിലിറ്റി, ഈ വാക്ക് എന്താണ്? ഡക്റ്റിലിറ്റി. അപ്പൊ പറഞ്ഞു മാലിയബിലിറ്റി എന്ന് പറഞ്ഞാല് കനം കുറച്ച് പാളികളാക്കി മാറ്റാനുള്ള കഴിവാണ് അല്ലെ. അപ്പൊ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അതിനെ എത്ര ചെറിയ നേർത്ത കമ്പികളാക്കിയിട്ടും മാറ്റാൻ സാധിക്കും. ലോഹങ്ങളെ ചെറിയ കനം കുറഞ്ഞ കമ്പികളാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. ഈ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ, ആ സ്വർണത്തെ നമ്മൾ ചെറിയ നാരുകൾ പോലെ ആക്കല്ലേ, ചെറിയ കമ്പി പോലെ ആക്കല്ലേ. അങ്ങനെ കമ്പി പോലെ ആക്കാനുള്ള, നേർത്ത കമ്പി പോലെ ആക്കാനുള്ള ശേഷിയെ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. അപ്പൊ അതിന് മുന്നേ നമുക്ക് 2-3 ചോദ്യങ്ങൾ നോക്കാം. ബൾബിന്റെ ഫിലമെന്റ് ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ബൾബിന്റെ ഫിലമെന്റ് പറഞ്ഞാൽ എന്താ? നമ്മുടെ പഴയ മഞ്ഞ ബൾബില്ലേ, അതിന് നടുവിൽ കാണുന്ന ഫിലമെന്റ്, കനം കുറഞ്ഞൊരു ഫിലമെന്റ് ഉണ്ടാവും. ആ ഫിലമെന്റ് ഏത് ലോഹാണ്? ഓർത്ത് വെക്കണം, അറിയണ്ടാവും, എന്നാലും ഓർത്ത് വെക്കുക. ടങ്സ്റ്റൺ. ഏത് ലോഹം കൊണ്ടാണ്? ടങ്സ്റ്റൺ കൊണ്ടാണ്. അപ്പൊ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഫിലമെന്റ് നിർമ്മിക്കാൻ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്? കാരണം നിങ്ങൾ ബൾബിന്റെ ഫിലമെന്റ് കണ്ടിട്ടുണ്ടോ? ഭയങ്കര കനം കുറഞ്ഞ ഒരു ചെറിയ നേർത്തൊരു കമ്പി പോലെയാണ്. അപ്പൊ അങ്ങനെ നേർത്ത കമ്പി പോലെ ആക്കാൻ ആർക്ക് കൂടുതൽ ശേഷിയുണ്ട്? ടങ്സ്റ്റൺ കൂടുതൽ ശേഷിയുണ്ട്. അങ്ങനെ നേർത്ത കമ്പി ആവാൻ ടങ്സ്റ്റൺ നല്ല ശേഷിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഫിലമെന്റ് ഉണ്ടാക്കാൻ ആരെ ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റണെ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ടങ്സ്റ്റൺ എന്ത് കൂടുതലാണ്? ഡക്റ്റിലിറ്റി കൂടുതലാണ്. കണ്ടോ? ടങ്സ്റ്റന് വളരെ നേർത്ത വയറുകളായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ടങ്സ്റ്റൺ എന്ത് കൂടുതലാണ്? ടങ്സ്റ്റന് ഡക്റ്റിലിറ്റി കൂടുതലാണ്. നോക്കുക, ലോഹങ്ങളെ നേർത്ത വയറാക്കി നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ഈ ഗുണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. ഡക്റ്റിലിറ്റി. അപ്പൊ ഇവിടെയും ചോദ്യം വരും. കുറച്ചുമ്പോ ചോദ്യം വന്നു, ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി കാണിക്കുന്ന ലോഹം ഏതാണ്? ഏതായിരുന്നു? സ്വർണ്ണായിരുന്നു അല്ലെ. അതേപോലെ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്ന ലോഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്ന ലോഹം ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? സ്വർണവും പ്ലാറ്റിനവും. അവിടെ സ്വർണം മാത്രമായിരുന്നു, ഇവിടെ ഏതാണ്? സ്വർണവും പ്ലാറ്റിനവും. സ്വർണവും പ്ലാറ്റിനവും ഏറ്റവും കൂടുതൽ ഡക്റ്റൈലായ ലോഹങ്ങളാണ്, ഡക്റ്റിലിറ്റി കൂടിയ ലോഹങ്ങളാണ്. കിട്ടിയോ? കിട്ടി വിചാരിക്കണോ? അപ്പൊ ഉപയോഗം എന്തൊക്കെയായിരിക്കും? വയറുണ്ടാക്കാൻ അല്ലെ, നമ്മൾ ഇലക്ട്രിക് കമ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബൾബിൽ ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വയലിൻ, ഗിത്താർ, അതിന്റെ കമ്പി കണ്ടില്ലേ, നേർത്ത കമ്പികളായിരിക്കും. ആ കമ്പി ഉണ്ടാക്കാൻ എന്തുകൊണ്ട് സാധിക്കണത്? ഈ ലോഹങ്ങൾക്ക് എന്തിന്റെ പ്രോപ്പർട്ടി ഉണ്ട്? ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ അല്ലെ ഒക്കെ അറിയാം. ഇവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റ്, ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയ ലോഹങ്ങൾ. കൺസെപ്റ്റ് അറിയില്ല, കൺസെപ്റ്റ് പഠിച്ചു വെക്കണം. പക്ഷെ ഇവിടുന്നാണ് ക്വസ്റ്റ്യൻ വരിക. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ളത്? ആർക്കാണ്? സ്വർണവും പ്ലാറ്റിനവും. ഓർത്ത് വെക്കാം കേട്ടോ. അപ്പം 2 പഠിച്ചു. ഒന്നാമത്തെ മാലിയബിലിറ്റി, രണ്ടാമത്തത് ഡക്റ്റിലിറ്റി. ഇനി മൂന്നാമത്തതാണ്
വൈദ്യുത ചാലകത. എന്താ പേര്? വൈദ്യുത ചാലകത. എന്താണ് വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാല്? ഈ ലോഹങ്ങൾക്ക് ആരെ കടത്തിവിടാനുള്ള കഴിവുണ്ട്? വൈദ്യുതിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. ചാലകത പറഞ്ഞെന്താ? കടത്തിവിടുക അല്ലെ? അപ്പോ ലോഹങ്ങൾക്ക് അതിലൂടെ വൈദ്യുതിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ചാലകത എന്ന് പറഞ്ഞ കണ്ടക്ടിവിറ്റി അല്ലെ? അപ്പൊ നമ്മൾ എന്താ പറയാ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ ലോഹങ്ങളും വൈദ്യുതി കടത്തിവിടുവോ? കടത്തിവിടും. എല്ലാ ലോഹങ്ങളും വൈദ്യുതിനെ കടത്തിവിടും. പക്ഷെ ഇവിടെയുണ്ട് ഏറ്റവും കൂടുതൽ, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, ഏറ്റവും മികച്ച മാല്യൂബിലിറ്റി കാണിക്കുന്ന ലോഹം, ഏറ്റവും മികച്ച ഡക്റ്റിലിറ്റി കാണിക്കുന്ന ലോഹം, അതേപോലെ ഏറ്റവും മികച്ച വൈദ്യുത ചാലകത കാണിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദ്യം വരും. ആരാണത്? വെള്ളിയാണത്. ആരാണ്? വെള്ളി. വെള്ളിയാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകത കാണിക്കുന്ന ലോഹം. ഏറ്റവും നന്നായി കറണ്ടിനെ കടത്തിവിടുക ആരാണ്? വെള്ളിയാണ് കേട്ടോ, വെള്ളിയാണ്. ഇനി നോക്കി, ഈ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ വെള്ളി, രണ്ടാം സ്ഥാനം ചെമ്പിനാണ്, കോപ്പർ. മൂന്നാം സ്ഥാനം സ്വർണം, ഗോൾഡ്. നാലാം സ്ഥാനം അലുമിനിയം. അപ്പൊ അങ്ങനെ ചോദിക്കട്ടെ, നമ്മുടെ വീടുകളില് കറണ്ട് കമ്പി ഉണ്ട് അല്ലെ? നമ്മുടെ വീടുകളിലെ കറണ്ട് കമ്പി അല്ല, നമ്മുടെ വയറിലൂടെ പോകുന്ന കമ്പി ഉണ്ട് അല്ലെ? വയറിങ് ചെയ്യില്ലേ നമ്മള്? വയറിങ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളി ഉപയോഗിച്ചുള്ള കമ്പികളാണോ ഉപയോഗിക്കുക? ചെമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണോ ഉപയോഗിക്കുക? ഏതാണ്? ഗാർഹിക വൈദ്യുത വയറിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിൽ മൊത്തം വെള്ളി കൊണ്ട് വയറിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് ആലോചിച്ച് നോക്കൂ. ഭയങ്കര ചെലവായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ വെള്ളി ഉപയോഗിക്കില്ല. നമ്മൾ ഏതാ ഉപയോഗിക്കുക? ചെമ്പാണ് വീടുകളിൽ വയറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. നോക്കുക, ഗാർഹിക വൈദ്യുത വയറിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ചെമ്പ്. നമ്മൾ വീടുകളിൽ വയറിങ്ങിന് ചെമ്പാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഈ റോഡ് സൈഡിൽ കൂടെ ഒക്കെ കറണ്ട് കമ്പി പോകണം. ഈ കറണ്ട് കമ്പി ചെമ്പാണോ? നമ്മുടെ രാജ്യം മൊത്തം ചെമ്പ് വെച്ചിട്ട് ഇങ്ങനെ കറണ്ട് കമ്പി ഉണ്ടാക്കാൻ മാത്രം അത്ര വലിയ സാമ്പത്തിക വ്യവസ്ഥയൊന്നും നമ്മുടെ നാട്ടിലില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെള്ളി ഉപയോഗിക്കാൻ പറ്റില്ല, ചെമ്പ് പറ്റില്ല, ചെലവാണ്. സ്വർണം അതിനേക്കാളും ചെലവാണ്. അപ്പൊ ഏതേ പറ്റുള്ളൂ? അലുമിനിയം. കാരണം അലുമിനിയം നമുക്ക് യഥേഷ്ടം കിട്ടും അല്ലെ? അലുമിനിയത്തിന് വലിയ വിലയില്ല, ഇഷ്ടം പോലെ കിട്ടും ചെയ്യും. അപ്പൊ നമ്മള് പൊതുവൈദ്യുത വിതരണത്തിനായി ഉപയോഗിക്കുന്നത് ഏത് ലോഹമാണ്? അലുമിനിയമാണ്. ശ്രദ്ധിക്കുക കേട്ടോ. വീടുകളിൽ ചെമ്പ്, പുറമെ ഏത് ഉപയോഗിക്കുക? അലുമിനിയാണ് ഉപയോഗിക്കുക. അപ്പൊ എന്തുകൊണ്ടാ വെള്ളി ഉപയോഗിക്കാത്തത്? വെള്ളിക്ക് ഭയങ്കര വിലയാണല്ലേ? അതേപോലെ ലഭ്യത കുറവാണ്. അലുമിനിയം ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അലുമിനിയം നമുക്ക് കിട്ടും. ഇനി അടുത്തത്, അപ്പൊ 3 പ്രോപ്പർട്ടീസ് പഠിച്ചു. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് താപചാലകത. എന്താ പേര്? താപചാലകത. അത് പറഞ്ഞെന്താ? ഈ മെറ്റൽസിന് താപത്തെ കടത്തിവിടാനുള്ള കഴിവുണ്ട്, ചൂടിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് താപചാലകത. അപ്പോ എല്ലാ ലോഹങ്ങൾക്കും ആ കഴിവുണ്ടോ? എല്ലാ ലോഹങ്ങൾക്കും ഉണ്ട്. എല്ലാ ലോഹങ്ങളുടെയും ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഏത്? താപചാലകത. താപചാലകത എല്ലാ ലോഹങ്ങളും കാണിക്കും. പക്ഷെ എല്ലാരും ഒരേപോലെ ആയിരിക്കും കാണിക്കുക? അല്ല. ഏറ്റവും മികച്ച താപചാലകം, ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചു, ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ആരായിരുന്നു? വെള്ളിയായിരുന്നു. സെക്കൻഡ് ആരായിരുന്നു? ചെമ്പ്. തേർഡ് സ്വർണം. ഫോർത്ത് അലുമിനിയം. അതുപോലെ ഇവിടെയും താപചാലകത ഏറ്റവും കൂടുതൽ ആർക്കാണ്? വെള്ളിക്കാണ്. അതേപോലെ അലുമിനിയം, ചെമ്പിനൊക്കെ നല്ല ഉയർന്നതുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും ഉയർന്നത് ആരാണ്? ആർക്കാണ്? വെള്ളിക്കാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം.
പിന്നെ നമുക്കറിയാം നമ്മൾ പാചക പാത്രങ്ങൾക്ക് നമ്മൾ അധികം ഉപയോഗിക്കുക അലുമിനിയം ആണ് അല്ലെ. നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ അധികം അലുമിനിയം ആയിരിക്കും. കാരണം എന്താ, അലുമിനിയത്തിന് ഉയർന്ന താപചാലകത ഉണ്ട്. പെട്ടെന്ന് പാത്രം ചൂടാവും. പാത്രം ചൂടാവുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫുഡും വേഗം നമുക്ക് എന്താ പറയുക ചൂടാവും. അങ്ങനെ ചൂടായി കഴിഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം വേവും. അപ്പൊ നമുക്ക് അലുമിനിയം ഉയർന്ന താപചാലകത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കൂടുതൽ ലഭ്യത, നമുക്ക് ഭൂമിയിലെ അലുമിനിയത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കുറവാണ്. അലുമിനിയം പാത്രം വാങ്ങുന്നതും ഒരു സ്വർണ്ണ പാത്രം വാങ്ങുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ ചെലവ് കുറവാണ്. ഇനി ശ്രദ്ധിക്കുക, വേറൊരു പോയിന്റ് ആണ് ഈ ലോഹേതര കാർബൺ. അതെന്താണ്? ഈ കാർബൺ എന്നത് എല്ലാവർക്കും അറിയാലോ. കാർബൺ, ഈ കാർബൺ ഒരു ലോഹമാണോ അലോഹമാണോ? ലോഹമല്ല അല്ലെ. അപ്പൊ അതാണ് ലോഹേതര കാർബൺ. ഈ ലോഹമല്ലാത്ത ഈ കാർബൺ പ്രധാനമായും 2 രൂപങ്ങളിലാണ്. കാർബൺ പല രൂപങ്ങളിൽ നിൽക്കൂട്ടോ, പക്ഷെ പ്രധാനമായും 2 രൂപങ്ങളിലാണ് കാണപ്പെടുക. ഒന്നാണ് ഡയമണ്ട്. ഒന്നെന്താണ്? ഡയമണ്ട്. രണ്ടെന്താണ്? ഗ്രാഫൈറ്റ്. ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും എല്ലാവരും കണ്ടുണൂലോ. ഡയമണ്ട് എങ്ങനെ? നല്ല തിളക്കമുള്ളതാണ് ഡയമണ്ട് അല്ലെ. നല്ല തിളക്കമുള്ളതാണ് ഡയമണ്ട്. ഗ്രാഫൈറ്റ് എന്താ സാധനം? നമ്മൾ ഈ പെൻസിലൊക്കെ എഴുതുമ്പോഴേ അതിൻ്റെ ഉള്ളിലെ പെൻസിലിന് നടുവിലൊരു ബ്ലാക്ക് കളർ സാധനം ഇല്ലേ, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഇതില്ലേ, ആ റോഡില്ലേ, ആ റോഡാണ് ഗ്രാഫൈറ്റ്. അത് ഗ്രാഫൈറ്റ് വെച്ചുണ്ടാക്കിയിരിക്കുന്നത് ഈ പെൻസിലൊക്കെ. അപ്പൊ നോക്കൂ, സെയിം കാർബൺ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഡയമണ്ടും അതേപോലെ ഗ്രാഫൈറ്റും. രണ്ടും 2 തരം ആൾക്കാർ അല്ലേ. ഡയമണ്ടിന്റെ ഒരു ഭംഗിയോ തിളക്കോ ആർക്കില്ല, ഗ്രാഫൈറ്റിനില്ല. അപ്പൊ രണ്ടും ഒരേ ആളാണ്, ഒരേ കാർബൺ ആണ്, പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാ കാരണം? അവയിലെ കാർബൺ ബോണ്ടിങ്ങിലെ വ്യത്യാസമാണ്. അത് പോയിന്റ് ഓർത്ത് വെക്കുക. രണ്ടിലും ഒരേ ആൾക്കാരാണ്. രണ്ടിലും കാർബൺ വെച്ചാണ് ഡയമണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഗ്രാഫൈറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അവർ ബോണ്ടിങ്ങിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നതിൽ ചെറിയ വ്യത്യാസം വന്നപ്പോൾ, ആ ക്രമീകരണത്തിൽ വ്യത്യാസം വന്നപ്പോൾ ആളെ മാറിപ്പോയി, സ്വഭാവമേ മാറിപ്പോയി. ഡയമണ്ട് സ്വഭാവമല്ല ഗ്രാഫൈറ്റിനെ. കാണാനുള്ള കാഴ്ചയിലെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിൽ പോലും അതിന്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ പോലും എല്ലാം വ്യത്യാസപ്പെട്ടു. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, ഡയമണ്ടും ഗ്രാഫൈറ്റും ആര് തന്നെയാണ്? കാർബൺ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്? അവയിലെ കാർബൺ ബോണ്ടിങ്ങിലെ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അവിടെ വ്യത്യാസം വന്നതെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് പറഞ്ഞതാ വജ്രം അല്ലെ. ഈ ഡയമണ്ടും വജ്രവും തമ്മിൽ, ഡയമണ്ടും ഗ്രാഫൈറ്റും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. 2 വ്യത്യാസം നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഈ വജ്രത്തിന് ഉയർന്ന താപചാലകതയാണുള്ളത്. അതായത് എന്താണ്? ഡയമണ്ട് നന്നായിട്ട് ചൂടിനെ കടത്തിവിടും. ആ സമയം ഗ്രാഫൈറ്റോ വളരെ നന്നായിട്ട് വൈദ്യുതിയെ കടത്തിവിടും. നമ്മുടെ പെൻസിലിന്റെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് വളരെ നന്നായിട്ട് കറണ്ടിനെ കടത്തിവിടും. എന്നാൽ ഡയമണ്ടോ ഹീറ്റിനെ കടത്തിവിടും, താപത്തിനെ കടത്തിവിടും കേട്ടോ. ഇനി വജ്രത്തിന്റെ ഒരു ഉപയോഗമാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്ലാസ് മുറിക്കാൻ. ഡയമണ്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ബലമുള്ള സാധനവും മുറിക്കാൻ സാധിക്കും. അതാണ് വജ്രത്തിന്റെ ഒരു ഉപയോഗം. ഇനി ഗ്രാഫൈറ്റോ, നമ്മുടെ ഗ്രാഫൈറ്റ് നന്നായിട്ട് കറണ്ടിനെ കടത്തിവിടും. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നു. എന്തായിട്ടാ ഉപയോഗിക്കണേ? ഇലക്ട്രോഡുകളായിട്ട്. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? കാർബൺ ബോണ്ടിങ്ങിലെ വ്യത്യാസങ്ങളാണെന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. പിന്നെ ആലോചിക്കുക, അതിന്റെ ഉപയോഗം നോക്കിയില്ലെങ്കിലും അതിന്റെ പ്രോപ്പർട്ടി നോക്കുക. വജ്രത്തിന് ഉയർന്ന താപചാലകതയാണെങ്കിൽ ഗ്രാഫൈറ്റിന് ഉയർന്ന എന്താണ്? വൈദ്യുത ചാലകതയാണെന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം 4 പ്രോപ്പർട്ടി പഠിച്ചു: മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, താപചാലകത, വൈദ്യുത ചാലകത. ഇനി നമ്മൾ ഒരു പ്രോപ്പർട്ടി കൂടി പഠിക്കാനുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് സൊണോരിറ്റി. എന്താ പേര്? സൊണോരിറ്റി. എന്താണ് സൊണോരിറ്റി? നമ്മളെ ഈ ഉച്ച സമയത്ത് നമ്മുടെ സ്കൂളിലൊക്കെ കാണാം കുട്ടികളിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഇതൊക്കെ അടിച്ചിങ്ങനെ വരുന്നു, സ്പൂണൊക്കെ അടിച്ചിങ്ങനെ അടിച്ച്, ഗ്ലാസ്സൊക്കെ വെച്ചിങ്ങനെ അടിച്ചിങ്ങനെ വരുന്നു അല്ലേ. ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പം ഈ ലോഹങ്ങളുടെ മുകളിൽ നമ്മൾ തട്ടുമ്പോൾ, ബലമായി തട്ടുമ്പോൾ
ഈ ലോഹങ്ങൾക്ക് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി. ലോഹങ്ങള് നോക്കാട്ടോ, ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിയും. ഈ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊണോരിറ്റി. അങ്ങനെയാണെങ്കിൽ സൊണോരിറ്റി നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുക? ഈ മണി അല്ലേ, നമ്മൾ മണി അടിക്കില്ലേ? പള്ളി മണിയുണ്ട്, അമ്പലമണിയുണ്ട്. ഈ മണിയൊക്കെ എങ്ങനെ? ആ ലോഹത്തിന്റെ ഉള്ളില് ഒരു ലോഹത്തിന്റെ ഔട്ടർ കവർ, അതിൻ്റെ ഉള്ളിൽ ചെറിയ ലോഹം ഉണ്ടാവും അല്ലെ, വേറെ ലോഹത്തിന്റെ വേറൊരു ഉണ്ടുണ്ടാവും. അത് നമ്മൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അപ്പൊ സൊണോരിറ്റി എന്ന് പറഞ്ഞാല് ലോഹങ്ങൾക്ക് പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുണ്ട്. അപ്പൊ നമ്മൾ സംഗീതോപകരണം ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടിയുടെ പേര് ഓർത്ത് വെക്കുക, സൊണോരിറ്റി. സൊണോരിറ്റി പറഞ്ഞ സൗണ്ട് കേട്ടോ. എസ് ഓർത്ത് വെച്ചത്. സൊണോരിറ്റിയിൽ എസ് ഉണ്ട്. സൊണോരിറ്റി ഇങ്ങനെ എഴുതുക ഇംഗ്ലീഷില്. സ്പെല്ലിംഗ് എങ്ങനെ വരിക? അതിന്റെ സ്പെല്ലിങ് സൊണോരിറ്റി എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൽ എസ് ഉണ്ട്, ഇവിടെ ഒരു എസ് ഉണ്ട്. അപ്പോൾ ആലോചിച്ച് വെക്കുക, സൊണോരിറ്റി പറഞ്ഞാല് സൗണ്ട് കേട്ടോ. സൊണോരിറ്റി പറഞ്ഞാൽ സൗണ്ട് ആക്കാനുള്ള കഴിവ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോപ്പർട്ടി സിമ്പിളാണ്, ലോഹദ്യുതി. ലോഹദ്യുതി. ഈ ലോഹദ്യുതി പറയുമ്പോഴേക്കും നീ വൈദ്യുതിയാണോ എന്ന് വിചാരിക്കും അല്ലേ? ലോഹത്തിൽ വൈദ്യുതി കടന്നു പോണതാണോ? അല്ല. ലോഹദ്യുതി എന്ന് പറഞ്ഞാൽ ലോഹത്തിളക്കം. എന്താണ്? ലോഹത്തിന് തിളങ്ങാനുള്ള കഴിവുണ്ട്. തിളക്കല്ലേ ലോഹങ്ങൾ? നമ്മൾ പുതിയ പാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ കുറച്ച് ദിവസം ഭയങ്കര ഭംഗിയാവും കാണാൻ അല്ലേ? കുറേ ദിവസം കഴിയുമ്പോഴേക്കും അത് നിറക്കം മാറിയിട്ടുണ്ടാവും. എന്നാലും ലോഹങ്ങൾക്ക് ചെറിയ തിളക്കുണ്ട് അല്ലേ? അതാണ് ലോഹദ്യുതി. പേര് ആലോചിച്ച് വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണേ? ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കണത്, കണ്ണാടി ഉണ്ടാക്കാൻ അല്ലേ? നമ്മൾ ഈ ആറുമുള കണ്ണാടി ലോഹക്കൂട്ട് ഉപയോഗിച്ചല്ലേ ഉണ്ടാക്കണത്. അപ്പൊ കണ്ണാടി, പിന്നെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ ഈ ലോഹത്തിന് തിളക്കമുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് എളുപ്പമാണേ. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കാഠിന്യം. നമുക്കറിയാം ലോഹങ്ങൾ എങ്ങനെയാണ്? ഭയങ്കര ഹാർഡാണ് അല്ലേ? നല്ല കാഠിന്യമുള്ളവരാണ്. പക്ഷെ എല്ലാ ലോഹങ്ങളും ഒരേപോലെ ഹാർഡാവോ? എല്ലാ ലോഹങ്ങളും ഒരേ കാഠിന്യമുള്ളവരാണോ? അല്ല. അത് ആലോചിച്ച് വെക്കണം. എല്ലാ ലോഹങ്ങളെയും നമുക്ക് ഒരേപോലെ കത്തി വെച്ച് മുറിക്കാനൊന്നും പറ്റില്ല അല്ലല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അവിടെ ചോദ്യം വരും, 2 തരം ലോഹമുണ്ട്. കാഠിന്യം കൂടിയ ലോഹമുണ്ട്, കാഠിന്യം കുറഞ്ഞ ലോഹമുണ്ട്. ഈ കാഠിന്യം കുറഞ്ഞ ലോഹത്തിൽ നമ്മൾ വിളിക്കുക മൃദുവായ ലോഹം, മൃദുലോഹം, സോഫ്റ്റ് മെറ്റൽ കേട്ടോ. മറ്റേത് ഹാർഡ് മെറ്റൽ. കാഠിന്യമുള്ളതിന് നമ്മൾ വിളിക്കുക, കാഠിന്യമുള്ള ലോഹങ്ങളെ നമ്മൾ വിളിക്കുക ഹാർഡ് മെറ്റൽ. എന്നാൽ കാഠിന്യം കുറഞ്ഞത് നമ്മൾ എന്താ വിളിക്കുക? സോഫ്റ്റ് മെറ്റൽ. അപ്പൊ ഈ ഹാർഡ് മെറ്റലിന്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ മെറ്റൽസും എന്താണ്? ഹാർഡാണ്. നമുക്ക് ഇവിടെ അല്ല പഠിക്കുന്നത്. നമുക്ക് സോഫ്റ്റ് ആയവരെ പഠിച്ചാൽ നമുക്ക് ബാക്കി എല്ലാവരും ഹാർഡാണ് കേട്ടോ. ഈ സോഫ്റ്റ് ആയ 3 എണ്ണത്തിന്റെ പേര് പഠിച്ചാൽ ബാക്കി എല്ലാവരും നമുക്ക് ആരിൽ ഉൾപ്പെടുത്താം? നോക്കുക, ഇവര് 3 പേരും സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവര് 3 പേരും എന്ത് മെറ്റൽസ് ആണ്? ഇവര് 3 പേരും സോഫ്റ്റ് മെറ്റൽസ് ആണ്. സോഫ്റ്റ് മെറ്റൽസ് ആണ്. അപ്പൊ ഇവര് 3 പേര് ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പൊ എന്തായിരിക്കും? ഹാർഡ് മെറ്റൽസ് ആണ്. അപ്പൊ മൃദുവായ ലോഹത്തിന്റെ ഉദാഹരണം പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. മൃദുവായ ലോഹം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നമ്മൾ ചെറിയ ക്ലാസ്സില് പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് പഠിച്ച ആൾക്കാരാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇവര് 3 പേരും ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവര് സുഖമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് മുറിക്കാൻ പറ്റും ഇവരെ. പക്ഷെ ഇരുമ്പിനെ ബ്ലേഡ് കൊണ്ട് മുറിക്കാൻ പറ്റുമോ? ഇരുമ്പിനെ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബാക്കി എല്ലാ ആൾക്കാരും എന്താണ്? കാഠിന്യമുള്ള ഹാർഡ് മെറ്റൽസ് ആണെങ്കിൽ ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മാത്രം മൃദുവായ ലോഹമാണ് കേട്ടോ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അപ്പൊ മൃദുവായ ലോഹത്തിന്റെ കാര്യം നമുക്ക് കിട്ടി. ലോഹങ്ങൾ പൊതുവെ എല്ലാവരും ഹാർഡാണ്. പക്ഷെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മാത്രം എന്താണ്? സോഫ്റ്റ് ആണ്. മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ, മാറിപ്പോവരുത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു പോയിന്റ് പറയട്ടെ. ഇതൊക്കെ ഞാൻ ഓർത്ത് വെക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കാനുള്ളതേ ഉള്ളൂ. അടുത്തൊരു പോയിന്റ് ആണ്, ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയുണ്ട്. എന്താണ് ഈ ദ്രവനില? അതിന് ഇംഗ്ലീഷ് വാക്കവിടെ ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റ്
മെൽട്ടിങ് പോയിന്റ്. നമ്മൾ മെൽട്ടായി, ചോക്ലേറ്റ് മെൽട്ടായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അത് കട്ട് ചെയ്യുന്ന ചോക്ലേറ്റ് വെള്ളം പോലെയായി. അപ്പൊ എന്താ, മെൽട്ടായി. മെൽട്ടാവുക പറഞ്ഞപ്പോ എന്താ, സോളിഡ് ലിക്വിഡായി മാറി, ഖരം ദ്രാവകമായി മാറി. അപ്പോൾ ഖരാവസ്ഥയിൽ നിൽക്കുന്ന ലോഹം, ഇരുമ്പിന്റെ കട്ട ഇപ്പൊ ഇങ്ങനെ സോളിഡ് ആണ് അല്ലെ, ഇനി വെള്ളം പോലെ ആവണം. ആ ഒരു ടെമ്പറേച്ചറാണ് ദ്രവനില. അപ്പോൾ എല്ലാ ലോഹങ്ങൾക്കും ഉയർന്ന ദ്രവനിലയാണ്. അത് ഒരു ലോഹത്തിന് നമുക്ക് പെട്ടെന്നൊന്നും അതിനെ വെള്ളം പോലെ ആക്കാൻ പറ്റില്ല. പക്ഷേ ശ്രദ്ധിക്കുക, അവിടെ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 1-2 ആൾക്കാർ അങ്ങനെയല്ല. നോക്കാട്ടോ, മെർക്കുറി, ഗാലിയം, സീഷ്യം, മെർക്കുറി, ഗാലിയം തുടങ്ങിയ ആൾക്കാർ ചെറിയ താപനിലയിലടക്കം വേഗം എന്തായി മാറും, ദ്രാവകമായിട്ട് മാറും. ഈ ഗാലിയൊക്കെ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് കയ്യിന്റെ ചൂട് മതി അതിന് എന്തായി മാറാൻ, ഉരുക്കി പോവാൻ. അപ്പോൾ ഓർക്ക, മെർക്കുറി, ഗാലിയം, സീഷ്യം, മെർക്കുറി, ഗാലിയം, ഈ 3 ആൾക്കാരും ചെറിയ താപനിലയിലടക്കം എന്തായിട്ട് മാറും, ദ്രാവകാവസ്ഥയിലായിട്ട് മാറും. ബാക്കി എല്ലാ ലോഹങ്ങൾക്കും ഉയർന്ന ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ദ്രാവകമായിട്ട് മാറൂ. പക്ഷെ ഈ 3 ആൾക്കാര്, സീഷ്യം, ഗാലിയം, മെർക്കുറി, ഗാലിയം, സീഷ്യം, ഇങ്ങനെ വേണമെങ്കിൽ പഠിക്കാം ഓർഡർ കേട്ടോ. അപ്പൊ മെർക്കുറി, ഗാലിയം, സീഷ്യം, ഈ 3 ആൾക്കാരും ചെറിയ താപനിലയിലടക്കം എന്തായിട്ട് മാറും, ദ്രാവകാവസ്ഥയിലായി മാറും, ലിക്വിഡ് ഫോമിലേക്ക് മാറും. അപ്പൊ പേരുകളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. മെർക്കുറി, ഗാലിയം, സീഷ്യം. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച 3 എണ്ണം ഏതൊക്കെയായിരുന്നു, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അതെന്തായിരുന്നു, സോഫ്റ്റ് ആയ മെറ്റൽസ് ആണ്. നമ്മളിവിടെ എന്താ പഠിച്ചേ, ലിക്വിഡായ മെറ്റൽസ്, ദ്രാവകാവസ്ഥയുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്, മെർക്കുറി, ഗാലിയം, സീഷ്യം. ഇപ്പൊ 3 പേരും ഓർത്ത് വെക്കുക. എപ്പോഴും എക്സെപ്ഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയും ഭയങ്കര മെറ്റൽസ് ഭയങ്കര ഹാർഡാണ്, മെറ്റൽസിനെ പെട്ടെന്ന് നമുക്ക് ഉരുക്കാൻ പറ്റില്ല, നമുക്കറിയാം. പക്ഷെ അപ്പം എന്ത് ചെയ്യും, എക്സെപ്ഷൻ ചോദിക്കും. പെട്ടെന്ന് ഉരുക്കാൻ പറ്റിയ മെറ്റൽസ് ഏതാണ്, ഏതൊക്കെയാണ്, മെർക്കുറി, ഗാലിയം, സീഷ്യം. ചെറിയ നമ്മുടെ കയ്യിന്റെ ചൂട് മതി ഈ മെറ്റൽസ് ഉരുകാൻ കേട്ടോ. അപ്പൊ ഈ എക്സെപ്ഷൻസ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, മെർക്കുറി, ഗാലിയം, സീഷ്യം. ഇനി അടുത്തത്, ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനില. എന്താണ് തിളനില? തിളക്കുക അല്ലെ, തിളച്ചിട്ട് ആവിയായി പോവുക അല്ലെ. അപ്പൊ ഈ ദ്രാവകാവസ്ഥയിൽ നിന്ന് ആവിയായി പോവുക, ആവിയെ പറഞ്ഞാൽ വാതകമായിട്ട് മാറുക, അത് ഭയങ്കര ഹൈ ആണ്, പെട്ടെന്നൊന്നും അത് ആവിയായി പോവില്ല. അപ്പൊ പൊതുവെ എല്ലാ ലോഹങ്ങൾക്കും ഒരു എക്സെപ്ഷനും ഇല്ല കേട്ടോ, എല്ലാ ലോഹങ്ങൾക്കും ഉയർന്ന തിളനിലയാണ്. അപ്പൊ എപ്പോഴും ആലോചിക്കാം, എല്ലാ മെറ്റൽസും എല്ലാം ഉയർന്നതാട്ടോ. ഉയർന്ന കാഠിന്യം, ഉയർന്ന ദ്രവനില, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന തിളനില, അതായത് എന്താ, ബോയിലിംഗ് പോയിന്റ്, എല്ലാം കൂടുതലാണ്. അപ്പൊ നമ്മൾ പഠിച്ചു, എല്ലാ ലോഹങ്ങൾക്കും തിളയ്ക്കാൻ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ വേണം. ഉയർന്ന തിളനില, ഉയർന്ന ദ്രവനില, അതേപോലെ ഉയർന്ന തിളനില. മൂന്നാമത്തത്, ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയാണുള്ളത്. സാന്ദ്രത മീൻസ് വാട്ട്? എന്താണ് സാന്ദ്രത? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ്. ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ സാന്ദ്രത കൂടുതലാണോ കുറവാണോ? സാന്ദ്രത കുറവാണ്. എന്നാൽ വെള്ളത്തിൽ താഴ്ന്നു പോയി സാന്ദ്രത കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. നമ്മൾ അലുമിനിയത്തിന്റെ ഒരു കഷ്ണം നമ്മൾ വെള്ളത്തിലിട്ടു, പൊങ്ങിക്കിടക്കോ താഴ്ന്നു കിടക്കോ? അലുമിനിയത്തിന്റെ കട്ട താഴ്ന്നു കിടക്കും. കാരണം എന്താ? അതിന് ഉയർന്ന സാന്ദ്രത ഉണ്ട്. സാന്ദ്രത എന്ന് പറഞ്ഞ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഡെൻസിറ്റി. ഭയങ്കര ഹൈ ഡെൻസിറ്റി ആണ് ആർക്ക്? ലോഹങ്ങൾക്ക്. ലോഹങ്ങൾക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, ഹൈ ഡെൻസിറ്റി. എന്താ വാക്ക്? സാന്ദ്രത എന്ന് പറയുമ്പോ എന്താണ് വാക്ക്? ഡെൻസിറ്റി. ഡെൻസിറ്റി ട്ടോ. ഇനി നമ്മൾ പറഞ്ഞു പൊതുവെ എല്ലാവർക്കും ഉയർന്ന സാന്ദ്രതയാണ്. പക്ഷെ അവിടെ ആരുണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. ആര് എക്സെപ്ഷൻ? എക്സെപ്ഷൻ ശ്രദ്ധിക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇവരെവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഉണ്ട്. ഇവരാരായിരുന്നു? മൃദുലോഹങ്ങളായിരുന്നു അല്ലെ? സോഫ്റ്റ് ആൾക്കാരാ. സോഫ്റ്റ് ആൾക്കാരായതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, അവരെന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അപ്പൊ ഇവര് 3 പേർക്ക് മാത്രം സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ്. ബാക്കി എല്ലാവർക്കും എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ മൃദുവായ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതുവരെ കിട്ടിയോ? ഇതുവരെ കറക്റ്റ് അല്ലേ? കിട്ടിയില്ലേ? ഒന്നാമത്തെ പ്രോപ്പർട്ടി മാലിയബിലിറ്റി പറഞ്ഞ കനം കുറച്ച പാളി. രണ്ടാമത്തെ ഡക്റ്റിലിറ്റി പറഞ്ഞ വയറാക്കി മാറ്റുക. മൂന്നാമത്തത്
മൂന്നാമത്തെ എന്തായിരുന്നു? താപചാലകത. 4 വൈദ്യുത ചാലകത. 5 സൊണോരിറ്റി പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ പഠിച്ചു എല്ലാ മെറ്റൽസും ഭയങ്കര ഹാർഡാണ്, പക്ഷെ 3 എക്സെപ്ഷൻ ഉണ്ട്. അതൊക്കെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഒരു ഭയങ്കര സോഫ്റ്റ് ആണ്. രണ്ടാമത് പഠിച്ചു എല്ലാ മെറ്റൽസിനും ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ദ്രവനില, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട് അവിടെ. ആരാണ്? മെർക്കുറി, സീഷ്യം, ഗാലിയം. പിന്നെ പഠിച്ചു എല്ലാവർക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ തിളനില, അവിടെ നോ എക്സെപ്ഷൻ കേട്ടോ, എല്ലാവർക്കും ഒരേപോലെ. നാലാമത് പഠിച്ചു എല്ലാ മെറ്റൽസിനും എന്താണ്? ഹൈ ഡെൻസിറ്റി, ഉയർന്ന സാന്ദ്രത, അവിടെ എക്സെപ്ഷൻ ഉണ്ട്. ആരാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇത് 2 വട്ടം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ അതെല്ലാവർക്കും സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരും, ആരൊക്കെയാണ് എക്സെപ്ഷൻ, ആരൊക്കെയാണ് എക്സെപ്ഷൻ, ഇങ്ങനെ ചോദ്യം വരും. അപ്പം എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും എക്സെപ്ഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇത്ര നേരം ലോഹങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരുന്നത് അല്ലെ. ലോഹങ്ങൾ എന്താണ്, മെറ്റൽസ് എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, മെറ്റൽസ് വരുമ്പോൾ എല്ലാം ഉയർന്നതാണ്. ഉയർന്ന കാഠിന്യം, ഉയർന്ന സാന്ദ്രത, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവനില, ഉയർന്ന തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്, ഉയർത്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷനാണ് അലോഹങ്ങൾ. അലോഹം എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ്. അപ്പൊ ലോഹങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ? അലോഹങ്ങളുടെ. അങ്ങനെ ഓർത്ത് വെച്ചാൽ പോരെ. അപ്പൊ എന്തൊക്കെയായിരിക്കും? കാഠിന്യം കുറവാണ്, ശബ്ദ തീവ്രത കാണിക്കുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല, താപം കടത്തിവിടുന്നില്ല, എല്ലാം ഓപ്പോസിറ്റ്. അപ്പൊ എപ്പോഴും എന്താ ആലോചിക്കുക? ലോഹങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അലോഹങ്ങളുടെ. പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും. ഒന്ന് പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. പൊതുവെ പറയാണ് ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് എല്ലാം കൂടുതലാണ്. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമുക്ക് ആദ്യം കണ്ട ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഉത്തരം നോക്കരുത് കേട്ടോ, കണ്ടാലും എനിക്ക് നോക്കരുത്. ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തതേത്? ഉയർന്ന ദ്രവണാങ്കം, താഴ്ന്ന തിളനില, ഉയർന്ന സാന്ദ്രത, ലോഹത്തിളക്കം. ഉത്തരം നമുക്ക് വേഗം കിട്ടും. എന്താണ് ഉത്തരം? താഴ്ന്ന തിളനില. കാരണം തിളനില എന്താണ്? കൂടുതലാണ്. ലോഹങ്ങൾക്ക് എല്ലാം കൂടുതലാണ്, തിളനിലയും കൂടുതലാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി താഴേക്ക് പോരാം. നമ്മൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും കാര്യം പറഞ്ഞു. അപ്പൊ ലോഹങ്ങളുടെ ഓപ്പോസിറ്റ് ആണ് അലോഹങ്ങൾ എന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് പഠിക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലോഹങ്ങളുടെ പ്രവർത്തനം. ലോഹങ്ങളുടെ പ്രവർത്തനം. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പാത്രം, ഇപ്പോൾ അവൾ പറഞ്ഞ അലുമിനിയം പാത്രമൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരാഴ്ച നല്ല തിളക്കായിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ ഉറച്ച് കഴുകി കഴിഞ്ഞാലും ആ തിളക്കം ഒരു മങ്ങിപ്പോവില്ലേ. പിന്നെ എങ്ങനെ നോക്കുമ്പോഴും ആ തിളക്കം വരില്ല. നമ്മൾ എന്തൊക്കെ ഇട്ട് കഴുകിയാലും ആ പഴയ തിളക്കം തിരിച്ചു വരില്ല. നമ്മുടെ വീട്ടിലെ പ്ലേറ്റ്, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പ്ലേറ്റൊക്കെ, സ്റ്റീലിന്റെ പ്ലേറ്റൊക്കെ നമ്മൾ എന്നും കഴുകുന്ന പ്ലേറ്റ് അല്ലേ, പക്ഷെ എന്നാലും ഒരു മങ്ങിയ നിറമാണ് അതിനൊക്കെ ഉണ്ടാവുക അല്ലെ. ഗ്ലാസ്സിൽ മങ്ങിയ പോലെ ഉണ്ടാവുക. ആ വാങ്ങിയ തിളക്കം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നേടാൻ വൃത്തിയായി കഴിഞ്ഞിട്ടാണോ? അല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ മെറ്റൽസ്, ലോഹങ്ങള് എപ്പോഴും അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ റിയാക്ഷൻ നടക്കും അവിടെ. ഈ അന്തരീക്ഷ വായു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വെള്ളത്തിന്റെ അംശം ഉണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ഈ ലോഹങ്ങള് അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായിട്ട് എപ്പോഴും പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും? ഈ ലോഹവും ഓക്സിജനും പ്രവർത്തിച്ച് എന്ത് ഫോം ചെയ്യുന്നു? ഓക്സൈഡുകൾ രൂപപ്പെടുന്നു. പേര് ഓർത്ത് വെക്കുക, ഓക്സൈഡ്. ഓക്സിജനും ലോഹവും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഓക്സൈഡ്. ഈ ഓക്സൈഡ് എവിടെ രൂപപ്പെടുക? ലോഹങ്ങളുടെ മുകളില്. ഇപ്പൊ ഇത് ലോഹത്തിന്റെ ഒരു പാത്രം എന്ന് വിചാരിക്കുക കേട്ടോ. ഇത് ലോഹത്തിന്റെ ഒരു പാത്രമാണെന്ന് വിചാരിക്കുക. ഇതൊരു പാത്രം, ഈ ഷേപ്പിലൊരു പാത്രം. ഇതിന്റെ പുറത്ത് എന്ത് ചെയ്യും? ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഉള്ള ഓക്സിജനുമായിട്ട് ഈ ലോഹവും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചിട്ട് ഈ ലോഹത്തിന്റെ മുകളില് ഓക്സൈഡിന്റെ ഒരു പാളി ഇങ്ങനെ രൂപപ്പെടും. ഒരു ഓക്സൈഡിന്റെ പാളി ഇങ്ങനെ മുകളിൽ രൂപപ്പെടും.
ആ രൂപപ്പെടുന്ന പാളിയാണ് നമുക്കിങ്ങനെ നിറം കുറഞ്ഞൊരു പാളിയായി തോന്നുന്നത്. അപ്പൊ നമ്മൾ ലോഹം നോക്കുമ്പോൾ ഒരു നിറം കുറഞ്ഞ ലോഹമായി തോന്നും നമുക്ക്. ഇത് നമുക്ക് നമ്മൾ സോപ്പിട്ട് കഴിക്കാതൊന്നും ഈ ലോഹപ്പാളി പോരില്ല കേട്ടോ. ഈ ലോഹപ്പാളി അല്ല, ഈ ഓക്സൈഡിന്റെ പാളി പോരില്ല, അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു ഓക്സൈഡ് ഉണ്ടാവുന്നു. ഓക്സൈഡാണ് എന്തിന് കാരണം? ആ നിറം കുറയാനുള്ള കാരണം കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ നമ്മൾ പറഞ്ഞു വായുവിലെ ഓക്സിജനുമായി ചേർന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞുല്ലോ. അതുപോലെ തന്നെ ജലാംശവുമായിട്ടും പ്രവർത്തിക്കും, കാർബൺ ഡൈ ഓക്സൈഡും പ്രവർത്തിക്കും കേട്ടോ. പക്ഷെ ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാക്കുന്നു? ഓക്സൈഡ് പാളി. ആ ഓക്സൈഡ് പാളിയാണ് എന്തിന് കാരണം? തിളക്കം കുറയാനുള്ള കാരണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ പഠിക്കേണ്ട കാണാപ്പാഠം എങ്ങനെ പഠിക്കാതെ ഇത് പഠിക്കേണ്ടതാണ്. ലോഹങ്ങളാണ് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവയുടെ സ്വഭാവം ബേസിക് സ്വഭാവമാണ്. പഠിച്ചു വെക്കുക. ലോഹങ്ങളാണ് ഓക്സൈഡ് പാളി ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഉണ്ടാക്കുന്ന ഓക്സൈഡ് പാളിയുടെ സ്വഭാവം ബേസിക് സ്വഭാവമാണ്. ഇത് പരീക്ഷയ്ക്ക് വീണ്ടും 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 ചോദിക്കുന്ന കാര്യമാണ്. ലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം ബേസിക് സ്വഭാവം. നമുക്കറിയാം ആസിഡും ഉണ്ട് ബേസും ഉണ്ട് അല്ലെ. ആസിഡ് സ്വഭാവമുണ്ട്, ബേസിന് സ്വഭാവമുണ്ട്. അപ്പോൾ ലോഹ ഓക്സൈഡുകൾ ഏതാണ്? ബേസിക് സ്വഭാവം ഉള്ളവരാണ്. ഇത് കാണാപ്പാഠം പഠിച്ചു വെക്കുക. ലോഹ ഓക്സൈഡുകളാണെങ്കിൽ ബേസിക് സ്വഭാവം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് വെക്കാലോ. അലോഹ ഓക്സൈഡ് ആണെങ്കിൽ, ഇപ്പൊ ഓർത്ത് വെക്കുക, അലോഹ ഓക്സൈഡ് ആണെങ്കിൽ ഏത് സ്വഭാവമായിരിക്കും? അലോഹ ഓക്സൈഡ് ആണെങ്കിൽ ഏത് സ്വഭാവമാണ്? അസിഡിക് സ്വഭാവം. ഏതാണ്? അസിഡിക് സ്വഭാവം. ഇവിടെ നമുക്ക് ഓർത്ത് വെക്കാം കേട്ടോ. ഇവിടെ ഒരു ആ ഉണ്ട്, ഈ ആ കണ്ടോ? ഇവിടെ ഒരു ആ ഉണ്ട്, ഇവിടെ ഒരു ആ ഉണ്ട്. ഓർത്ത് വെക്കുക. അലോഹ ആണെങ്കിൽ അസിഡിക്, ആ കേട്ടോ. അലോഹ ഓക്സൈഡ് ആണെങ്കിൽ അസിഡിക് സ്വഭാവം. നേരെ തിരിച്ച് ലോഹ ഓക്സൈഡ് ആണെങ്കിൽ ബേസിക് സ്വഭാവം. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോ ഓർത്ത് വെക്കുക. ലോഹ ഓക്സൈഡ് ആണെങ്കിൽ ബേസിക് സ്വഭാവം, അലോഹ ഓക്സൈഡ് ആണെങ്കിൽ അസിഡിക് സ്വഭാവം. ഇനി ഇവിടെ ചെറിയൊരു കാര്യം കൂടി നമുക്കറിയാം. ഇതൊരു ചെറിയൊരു പോയിന്റ് വേറെ പറയാണ് കേട്ടോ. ഇവിടെ നമുക്കറിയാം, നമ്മൾ സോഡ എല്ലാവരും കുടിച്ചിട്ടുണ്ടല്ലോ. ഈ സോഡ എങ്ങനെ ഉണ്ടാക്കുക? സോഡ വെള്ളത്തിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നല്ല പ്രഷറിൽ കുത്തി കയറ്റിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കണത്? സോഡ വെള്ളം ഉണ്ടാക്കണത് അല്ലെ. സോഡ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡ വെള്ളം ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം സോഡ കുപ്പി തുറക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആര് പുറത്തു പോകും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നുണ്ട് അല്ലെ. അവിടെ പഠിക്കേണ്ട ഒരു കാര്യം, ഈ സോഡ വെള്ളം എന്ന് പറയുന്നത് എന്ത് സ്വഭാവമാണ്? ആസിഡിന്റെ സ്വഭാവമാണ് കാണിക്കുക. നമ്മൾ ഈ കുടിക്കുന്ന ഈ പെപ്സി, 7up ഒക്കെ എന്താണ് അവരുടെ നേച്ചർ? എന്താണ്? അസിഡിക് സ്വഭാവമാണ്. അവരൊരു ആസിഡിന്റെ സ്വഭാവമാണ് കാണിക്കുക. അതിന് കാരണം സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് കാർബോണിക് ആസിഡ്. നമ്മൾ നാരങ്ങയിൽ സിട്രിക് ആസിഡ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ സോഡ വെള്ളത്തിൽ കാണുന്ന ആസിഡിന്റെ പേരെന്താണെന്ന് പേരൊന്ന് ഓർത്ത് വയ്ക്കുക. കാർബോണിക് ആസിഡ്. എന്താ പേര്? കാർബോണിക് ആസിഡ്. അപ്പോ നമ്മൾ പറഞ്ഞു ലോഹ ഓക്സൈഡ് ആണെങ്കിൽ ബേസിക് സ്വഭാവം, അലോഹ ഓക്സൈഡ് ആണെങ്കിൽ അസിഡിക് സ്വഭാവം. അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ പാഠത്തില് ഈ ഒരു മൊഡ്യൂളില് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ലോഹങ്ങൾ എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പൊ നേരെ അതിൽ എക്സെപ്ഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ എക്സെപ്ഷൻസ് കുറച്ചെണ്ണം പറഞ്ഞിരുന്നു, പഠിച്ചു വെക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആരുടെ സ്വഭാവം? ആ ലോഹങ്ങളുടെ സ്വഭാവം എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ, ഒരു ലോഹം എങ്ങനെയാണ് തുരുമ്പിക്കുക, ആ ഒരു വീഡിയോ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. നോട്ട്സ് ഷെയർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നോട്ട്സ് ഒക്കെ നിങ്ങൾ സ്വയം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുക. ഈ സയന്റിഫിക് ടേംസ് ഉണ്ട്, ആ ടേംസ് ഒക്കെ വീണ്ടും 2 വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. റിവിഷനാണ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് വഴി. അപ്പം എല്ലാവരും റിവൈസ് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.